നാടകമായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര നല്ല അനുഭവമായിരുന്നു. നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ അസ്വസ്ഥമാക്കുന്ന സിനിമയാണ്. ഇപ്പം അങ്ങനെയാണല്ലോ, റിയൽ ലൈഫ് അങ്ങനെയല്ലേ, എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ശരിക്കും എന്താ പറയുക, ഒരു ത്രില്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ശരിക്കും റിയൽ ലൈഫ് ത്രില്ലർ, അല്ലാതെ അടി വെട്ട് കുത്ത് അങ്ങനത്തെ ഐറ്റങ്ങളൊന്നും അല്ല. നല്ല സിനിമയാണ്, പുതിയൊരു എക്സ്പീരിയൻസ്. അതെങ്ങനെ ഒരു റോ ആയിട്ടുള്ളൊരു മൂവിയാണോ? ഭയങ്കരമായിട്ടൊരു മനുഷ്യൻ്റെ ഒരു പച്ചയായിട്ടുള്ളൊരു ജീവിതം. അത് തന്നെ നല്ലൊരു, അതായത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും പുതുമുഖങ്ങളാണല്ലോ. അതെ എല്ലാവരും നന്നായിട്ടുണ്ട്, ടോട്ടൽ ഇഷ്ടപ്പെട്ടു. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബിജിയും ബാക്കി കാര്യങ്ങളൊക്കെ, ബിജിയും ഗ്രാഫിക്സും എല്ലാം അടിപൊളിയായിരുന്നു. അതെ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല മൂവിയാണ്. ഈ പറയും പോലെ പരീക്ഷണ ചിത്രമാണ്. നല്ല രസമാണ്. ക്യാമറ കൈകാര്യം ചെയ്തതുകൊണ്ട് അതിൻ്റെ ഡയറക്ടറായതുകൊണ്ട് തന്നെ നല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സസ്പെൻസ് ഉണ്ട്. പിന്നെ രതീഷ് കൃഷ്ണയൊക്കെ ഒരു 10 വർഷം മുമ്പേ മലയാള സിനിമയിൽ വരേണ്ടവരായിരുന്നു. ആരോമൽ, രതീഷ് കൃഷ്ണ അവരൊക്കെ കൊള്ളാം, നല്ല സൂപ്പറായിരിക്കുന്നു. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. കുഴപ്പമില്ല ഇത്. അതെ, നല്ല ഇതുണ്ട്, പുതിയൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടു. കാടും മനുഷ്യാവസ്ഥകൾ, സുബി എന്ന് പറഞ്ഞ പയ്യൻ്റെ ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ടെൻഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് അവസാനം വന്നപ്പോഴാണ് അത് പിന്നെ മനസ്സിലായത്. പടം കൊള്ളാം. അതെ മനുഷ്യന്റെ ഒരു ഇതിനകത്ത് തന്നെ പടം നേടിയിട്ടുണ്ട്. അതെനിക്കറിയില്ലായിരുന്നു. കിട്ടേണ്ടതാണ്. ക്യാമറ വർക്കൊക്കെ ഗംഭീരമായിട്ടുണ്ട്, നല്ല രസമുണ്ട്. സൗണ്ടൊക്കെ കൊള്ളാം കേട്ടോ, അതും കൊള്ളാം. നല്ല മനുഷ്യന്റെ സ്ട്രഗ്ലിങ്ങും ടെൻഷനും കാര്യമൊക്കെ എല്ലാം ഉണ്ട്. അത് നല്ല രീതിയിൽ അയാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. രതീഷ് കൊള്ളാം, സൂപ്പർ ആക്ടർ. പടം കൊള്ളാം, നല്ല പടമാണ്. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പുതുമുഖങ്ങളല്ലേ കൂടുതൽ? അതെ, നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ. സ്ക്രീനിൽ കണ്ടപ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി. ക്യാമറ വർക്കിംഗ് കൊള്ളാം, നന്നായിരുന്നു. കാണണം. എങ്ങനെയാണ് ഒരു കാടും ഒരു മനുഷ്യന്റെ ഒരു പച്ച ഒരു ജീവിതം, ഒരുപാട് സ്ട്രഗിളിംഗ് ആണ്, ഒരുപാടൊന്നും പ്രതീക്ഷിക്കുക, വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഹൈപ്പായിട്ട് വന്ന് നോക്കണ്ട, നമുക്കത് കിട്ടില്ല, പക്ഷെ കണ്ടിരിക്കാം. പെർഫോമൻസ് എല്ലാം സൂപ്പറായിരുന്നു. എല്ലാവരും പുതുമുഖങ്ങളാണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള നല്ല രസമായിരുന്നു. നല്ല പടം. ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് നല്ല സിനിമ. നല്ല ചെറുപ്പക്കാരൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന നന്നായിട്ട് മനുഷ്യന്റെ ജീവിതം. അതെ തീർച്ചയായും. പക്ഷേ പുള്ളിക്കാരൊക്കെ ഒരു കാട്ടിനകത്തകപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒരു നമ്മളെ കൊണ്ട് കൺസെപ്റ്റ് എല്ലാ പുതുമുഖം എല്ലാം നല്ല വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയറക്റ്റും എല്ലാം നല്ല ചെയ്തു. ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനകം കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ഒരു മൂവി. അതെ, ഇനി ഒരുപാട് നേട്ടങ്ങൾ കിട്ടട്ടെ. അതെ തീർച്ചയായും ഉണ്ട് തീർച്ചയായും. അതെ, കുഴപ്പമില്ല. സോങ്ങും എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നോ? അതോ ഒരു സോങ് ഉണ്ടായിരുന്നു. ഫൈറ്റ് ആക്ഷൻ സീക്വൻസ് ഒക്കെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അതിലെ ഡബിങ് ആർട്ടിസ്റ്റ് നിൽക്കുന്നത് നന്നായിട്ടുണ്ട്, ഇഷ്ടമായി. റോ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതെ കൂടുതൽ എനിക്ക് ഇഷ്ടമായി. ഒരു നോർമൽ പേഴ്സൺ എന്ന രീതിയിൽ ഇഷ്ടമായി. ഒരു പഴയ പ്രതാപ് പോത്തനൊക്കെ ഇല്ലേ, ഒരു പഴയ ഭരതൻ്റെ സിനിമ പ്രതാപ് പോത്തനൊക്കെ ഉള്ള ആ ഒരു ഫീൽ ഉണ്ടാവും. കൊള്ളാം. സ്ട്രഗ്ലിംഗും ടെൻഷനൊക്കെ ആയിരുന്നു മൂവിയിൽ. കുഴപ്പമില്ല, എല്ലാം ഒത്തിട്ടുണ്ട്. കുഴപ്പം നല്ല സിനിമയാണ്, നല്ല പോലെ ലാസ്റ്റ് ഭയങ്കര ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ടൊരു നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. അതെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രത്തോളം ആദ്യം ഒരു പേടിയൊക്കെ ആയിരുന്നു, പിന്നീട് അത് നല്ലൊരു ഇതിലായിട്ട് പോയില്ല. ലാസ്റ്റ് കൊണ്ട് എനിക്ക് നല്ലതായിട്ട് ആ ഒരു അവസ്ഥ, നമുക്ക് അതെ പുറത്തോട്ട് വരാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ നല്ലതുപോലെ അടിപൊളി മൂവി ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആണ്. തീർത്തും നമ്മൾ ഓരോ എന്താ പറയുക, മ്യൂസിക്കും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സീൻസും ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാനാണ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഒരു വിധത്തിലുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് തിയേറ്ററിൽ കാണുമ്പോഴുള്ള. വന്ന പോലെ തന്നെ വന്നിട്ടുണ്ടോ? സ്ക്രീനിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു എഫേർട്ട് എടുത്തതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഒരു ഓഫ് ബീറ്റ് പടമാണ്, ആ രീതിയിലാണ് അത് കാണേണ്ടതും വിലയിരുത്തേണ്ടതും. തീർച്ചയായിട്ടും അതും ഒരു തരത്തിലും ഒരു പോയിന്റിലും എവിടെയും നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം കറക്റ്റ് നമ്മളൊരു കാടിനകത്തോട് ട്രാവൽ ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ ഒരു
പിന്നെ എനിക്ക് ഒത്തിരിയും റിയൽ ലൈഫുമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫുമായിട്ട് ഇപ്പം നമ്മൾ കാട്ടിനകത്ത് പെടണമെന്നില്ല, നമ്മൾ പ്രോബ്ലംസിൽ പെടാറുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരുന്ന രീതി, നെവർ ഗിവ് അപ്പ് എന്നുള്ള അതൊക്കെയാണ് എനിക്ക് ഫീലായത്. പിന്നെ കുറച്ച് സ്റ്റാർട്ടിങ് എനിക്ക് മിസ്സായി. അപ്പം കൂടുതൽ ആധികാരികമായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ സോഫാർ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പെർഫോമൻസ് രതീഷ് ഏട്ടൻ എൻ്റെ സുഹൃത്താണ്, ആരോമലേട്ടൻ, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരാണ് 10 വർഷം മുന്നേ. ഭയങ്കര സന്തോഷം അവരെങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. യു ക്യാൻ സീ ഇറ്റ് ഓൺ മൈ ഫേസ്. അത്രയും സന്തോഷമുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ അവർക്കൊന്നും പോയിൻറ്റ്സ് ബോണസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ദേ ഹാവ് ഡൺ ഇറ്റ് എക്സെപ്ഷണലി വെൽ. പിന്നെ ആ ടീമിൽ ജെയിനേട്ടൻ്റെ കൂടെ ഞാൻ കുറച്ച് വർഷം മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ. അപ്പം അവരുടെ കേപ്പബിലിറ്റിയിലൊന്നും നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒന്നും പറയാനല്ല സീരിയസ്ലി, കാരണം ഞാൻ വെറും ഒരു ഔട്ട്സൈഡറായിട്ടല്ല വന്നത്, അവരുടെ ടീമിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, വളരെ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്.